തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് 2,20,000-ലധികം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കനത്ത ചൂടും ശക്തമായ കാറ്റും പ്രകൃതിയെ വരണ്ടതാക്കിയതോടെ കാട്ടുതീ അതിവേഗത്തിൽ പടരുകയാണ്. തെക്കുപടിഞ്ഞാറൻ ഫ്രാൻസിലെ ഗിറോണ്ടെ, ലാൻഡസ് മേഖലകളിൽ കാട്ടുതീ വൻ നാശം വിതച്ചു. ബോർഡോ നഗരത്തിന് സമീപത്തു നിന്ന് മാത്രം 60,000-ഓളം പേരെയാണ് ഒഴിപ്പിച്ചത്. ഇതുവരെ 19,000-ഓളം ഹെക്ടറിലധികം വനഭൂമി കത്തി നശിക്കുകയും 80-ഓളം വീടുകൾ തകരുകയും ചെയ്തു. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ക്യാപ് ഫെററ്റിൽ നിന്ന് 100 കണക്കിന് ആളുകളെ ബോട്ടുകളിലാണ് രക്ഷപ്പെടുത്തിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുവാൻ യൂറോപ്യൻ യൂണിയന്റെ സഹായവും ഫ്രാൻസ് തേടിയിട്ടുണ്ട്. 50-ഓളം അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കാട്ടുതീ രൂക്ഷമായതിനെ തുടർന്ന് സ്പാനിഷ് സർക്കാർ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 25,000 ആളുകളോട് വീടൊഴിയുവാനും 40,000-ഓളം ആളുകളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുവാനും അധികൃതർ നിർദ്ദേശം നൽകി. മേഖലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയാണിതെന്ന് മാഡ്രിഡ് പ്രാദേശിക പ്രസിഡന്റ് ഇസബൽ ഡയസ് അയൂസോ വിശേഷിപ്പിച്ചു. തീയണയ്ക്കുവാൻ ഫയർഫോഴ്സിന് സാധിക്കാത്ത സാഹചര്യത്തിൽ മിലിറ്ററി എമർജൻസി യൂണിറ്റിനെ രംഗത്തിറക്കിയിട്ടുണ്ട്. 6,000 ഹെക്ടറിലധികം ഭൂമിയാണ് ഇവിടെ കരിഞ്ഞുണങ്ങിയത്. ഇറ്റലിയിലെ സിസിലി ഉൾപ്പെടെയുള്ള മറ്റ് തെക്കൻ യൂറോപ്യൻ പ്രദേശങ്ങളിലും കാട്ടുതീ വ്യാപിക്കുകയാണ്. ആഗോള ശരാശരിയേക്കാൾ ഇരട്ടി വേഗത്തിലാണ് യൂറോപ്പിൽ താപനില ഉയരുന്നത്. കനത്ത വരൾച്ചയും ഉഷ്ണതരംഗവും കാട്ടുതീയുടെ വ്യാപ്തി വർദ്ധിക്കുവാൻ കാരണമായെന്ന് യൂറോപ്യൻ പരിസ്ഥിതി ഏജൻസികൾ വ്യക്തമാക്കി.